ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എത്തിക്സ് ആണ്. അതായത് എത്തിക്സ് റിലേറ്റഡ് ടു മൊറാലിറ്റി. പൊതുവേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊറാലിറ്റി എന്നുള്ള ഭാഗം തന്നെയാണ്. അതിൽ എത്തിക്സ് എങ്ങനെയാണ് റിലേറ്റഡ് ആയി നോക്കാം. ഓക്കെ, നമുക്കറിയാം എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സത്യസന്ധത, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു എത്തിക്സ് വേണം. എല്ലാ കാര്യത്തിനും എന്ത് വേണമെന്നാണ് പറയുക, ഒരു എത്തിക്സ് വേണം നമ്മൾ പൊതുവേ പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പാർട്ട് ലാസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കുകയാണ്. നമ്മൾ പാർട്ട് 4 എത്തി. നമ്മുടെ പാർട്ട് 4 ഡിഫറൻസ് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് എത്തിക്സ്. മോറൽ ആൻഡ് ഇൻ അതർ മോറൽ വാല്യൂസ് ആർ ജനറലി അസോസിയേറ്റഡ് വിത്ത് പേഴ്സണൽ വ്യൂ ഓഫ് വാല്യൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഓരോ പേഴ്സണും ഓരോ വ്യക്തിക്കും ആ വ്യക്തി നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് ആ വ്യക്തിക്ക് മോറൽ വാല്യൂ കിട്ടുന്നത് സമൂഹത്തിൽ നിന്ന്. ഇത് നേരത്തെ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ ഒരു പേപ്പർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊറാലിറ്റി, എത്തിക്സ് ആൻഡ് ജഡ്ജ്മെൻ്റ് ആണെങ്കിലും കെയറിങ്, ജഡ്ജിങ്, ഡയമെൻഷൻസ്, ജസ്റ്റിസ്, പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, ഇതുവരെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മൊത്തം കവർ ചെയ്ത് പോയത് ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കെയറിങ്, ജഡ്ജിങ്, അതായത് ഒരാളെ കെയർ ചെയ്യുന്നത്, നമ്മൾ നീതി ജഡ്ജ് ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മൾ ജഡ്ജി എന്ന് പറഞ്ഞാൽ ആരാ, നീതിക്ക് തീരുമാനം പറയുന്ന ആളാണ് ജഡ്ജിമാർ അല്ലെ. ജഡ്ജി പറയുന്ന അവസാന നീതി തീരുമാനിക്കുന്ന ആളാണ് ജഡ്ജി. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുള്ള നീതി, ന്യായാധിപൻ എന്ന് പറയും. ന്യായം നിശ്ചയിക്കുന്ന ആളാണ് ആരും, ന്യായാധിപനായ ജഡ്ജ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ നീതിയുക്തമായ ചില വാക്കുകൾ. അതാണല്ലോ നമ്മുടെ എന്തായി വന്നത് പണിഷ്മെൻറ്റിലൊക്കെ റിസൾട്ടൊക്കെ ആയിട്ട് നമ്മൾ ജഡ്ജ്മെൻ്റ് ആണ് വരുന്നത് അല്ലേ. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി തന്നെയാണ്. ഇതെല്ലാം എന്തിനോട് കൂടിയാണ്, ഒരു എത്തിക്സ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എത്തിക്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊറാലിറ്റി ആൻഡ് ജസ്റ്റിസ്. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് മൊറാലിറ്റി ആൻഡ് ജസ്റ്റിസ് ആണ്. ഇതിൽ നമുക്ക് നോക്കാം. കോൾബർഗ് ഹീസ് എ ഫിലോസഫർ. കോൾബർഗ് മെയ്ഡ് എ സിഗ്നിഫിക്കൻസ് കോൺട്രിബ്യൂഷൻ ടു കോംപ്ലിമെൻറ്റിംഗ് വാട്ട് ഈസ് ദ ഐഡിയ ഓഫ് മോറൽ വാല്യൂസ്. ഈ ideas of development and moral values drew upon a famous sociologist Durkheim and a great German according to Durkheim and public ദുർഖീം എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിസ്റ്റാണ് ദുർഖീം. അദ്ദേഹം പറയുന്നത് നമ്മുടെ പബ്ലിക്കിൽ മോറൽ വാല്യൂവിന് വളരെ നിർണായക ഘടകമാണ്. കാരണം മോറൽ വാല്യൂ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ സമൂഹത്തിൽ നല്ല രീതിയിൽ നല്ലൊരു സമൂഹം തന്നെ ഉയർത്താൻ പറ്റൂ. കാരണം നമ്മൾ ഒരു കുട്ടി ജനിക്കുന്നതും സ്കൂളിൽ പോകുന്നതും പിന്നെ ആ കുട്ടി വളരുന്നതും വിവാഹം കഴിക്കുന്നതും ആ കുട്ടിക്ക് ഭാവിയിലേക്ക് പിന്നെ വേണ്ട കാര്യം, ആ കുട്ടിക്ക് വേറെ കുട്ടി, അപ്പോൾ പല ഘടകങ്ങളും എന്താണ് ആ കുട്ടിയെ വളർച്ചയിൽ പല ഘടകങ്ങളാണ്. ഓക്കെ, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി ഇൻ ഹിസ്റ്റോറിക്കൽ ഓക്കെ, ഇപ്പോൾ ജസ്റ്റിസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് ആൻഡ് ജഡ്ജിങ്. ജസ്റ്റിസ് അതായത് ജഡ്ജിങ് ആൻഡ് ജസ്റ്റിസ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റോളിംഗ് ടെയിൽ ഓഫ് ക്രൈറ്റ് above has a different connection in judging the accuracy of appropriate form discussion of caring
oriented, especially it's given by caring dimension of your judging. It's a decisive situation of doing a needful instructions and help others to avoid the situation from the determination. And judging perspective means judging needs of other people. മറ്റുള്ളവർ അല്ലേ, മറ്റുള്ളവർ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കുഴപ്പത്തിലോ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അവിടെ എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാവും. ഇതൊരു ഇവിടെ പറയുന്നത് നാട്ടിൽ ഏകദേശം നമുക്കറിയാം ഓരോ നാട്ടിലും പണ്ടൊക്കെ നാട്ടുനീതി അല്ലെങ്കിൽ നാട്ടുരാജാവ് പോലെയുള്ള ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം ഈ തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ നെടുമുടി വേണുവിൻ്റെ സുകുമാരി അമ്മ ഒരു നാടുവാഴി പോലുള്ളൊരു സ്ത്രീയായിരുന്നു. അവർ ന്യായം പറയുന്ന ഒരു ഭാഗം അതിലുണ്ട്. അവിടെ ഒരു നീതി, അവിടെ ഒരു ജഡ്ജി ഉണ്ട്. അവിടെ ജഡ്ജി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സംസ്കാരത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് നീതി തീരുമാനിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്നാൽ അവിടെ നീതി തീരുമാനിക്കാൻ ഒരാളുണ്ടാവും. അപ്പോൾ ജഡ്ജ് ചെയ്യും. അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ തെറ്റാണോ എന്നത് അവർ പരിശോധിച്ച് റിസൾട്ട് പറയുന്ന ഒരാളുണ്ടാവും. അപ്പോൾ അത് പണ്ടേ നിലവിലുള്ളൊരു വ്യവസ്ഥയാണ്. എങ്കിലും അത് മറ്റുള്ളവരും കൂടി ഇൻക്ലൂഡഡ് ആണ്. കാരണം ആ സാക്ഷികൾ ആരായിരിക്കും? കണ്ടവരായിരിക്കും. അത് വെച്ചിട്ടാണ് ആ നീതി തീരുമാനിക്കപ്പെടുന്നത്. അത് സത്യമാണോ തെറ്റാണോ അല്ലയോ എന്ന് ജനങ്ങൾക്കത് ബോധ്യപ്പെടുകയും വേണം. അവിടെ അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. Next, yes, the another sense of judging distincts from caring. In often to reason, though are judge of moral problem in which welfare of others stake and answer a question of moral obligation. In such situation, we engage ourselves thinking rationally. For example, should I support my party man of election, even though I know for certain that he is corrupted, incapable for public office? In the case where we find ourselves involved the moral dimension, we need to and make distinctions between different of others. അതായത് ഒരു പാർട്ടിയിൽ ഒരാളെ ഇലക്ഷന് നിർത്തണമെങ്കിൽ അദ്ദേഹം ജനസമ്മതനാണോ നമ്മൾ നോക്കും, നീതിയുക്തനാണോ, അതേ നീതിയുടെ ഭാഗത്ത് നിന്ന്. അതായത് ഒരാളെ ഇലക്ഷനിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഞാനൊരു പൊതുവേ ഒരു കാര്യം പൊതുവേ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഗുഡായി പോണ ഒരു സമൂഹത്തിൽ എന്താണ് ആ ഒരു കാറ്റഗറിയിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഇലക്ഷനേക്ക് നിർത്തുമ്പോൾ ആ വ്യക്തി ആദ്യം മുതൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എങ്ങനെയാണെന്നും സമൂഹത്തിനോട് അദ്ദേഹം എങ്ങനെയാണെന്നും പെരുമാറുന്നത്, ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നീതിയുടെ ഭാഗത്താണോ നിൽക്കുന്നത്, അങ്ങനെ പല ചിന്തകളിലും അനലൈസേഷനും ഉണ്ടാവും. എങ്കിലേ ആ വ്യക്തിക്ക് അവിടെ അദ്ദേഹത്തെ നാമനിർദ്ദേശം കൊടുക്കാനുള്ള ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഒരു ചോയ്സ് തന്നെ അവിടെ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് പൊതുവേ പറയുന്നത്. എല്ലാവരും ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പം നമ്മൾ പറയാം രാഷ്ട്രീയക്കാർ പൊതുവേ പല വിഭാഗക്കാരുണ്ട്. എങ്കിലും പൊതുവേ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് അപ്പോൾ ആ വ്യക്തിയെ മൊറാലിറ്റി അതായത് സ്വഭാവശുദ്ധി, അച്ചടക്കം, മറ്റു പെരുമാറുന്നത്, കോർഡിനേഷൻ, പരസ്പരമുള്ള സഹകരണം, മറ്റുള്ളവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അതിൽ ഇടപെടുമ്പോൾ നീതിയുക്തമായ തീരുമാനമാണ് എടുക്കുന്നത്. ഇതെല്ലാം ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന നിർണായകമായ ഘടകങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ പറയുന്നത് ജസ്റ്റിസ്, നീതി, ജഡ്ജിങ്, കെയറിങ്, ഫാക്ട്സ് ഓഫ് മൊറാലിറ്റി നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. കെയറിങ് നമ്മൾ എന്ത് ചെയ്യണം? കെയറിങ് നമ്മുടെ പാരൻസിന് നമ്മൾ എന്തെങ്കിലും കെയറിങ്, മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതുള്ള ഒരു ഒരു ക്യാരക്ടർ, നമ്മുടെ മനോഭാവം, ഒരു വ്യക്തിയെ സംരക്ഷിക്കണം, കെയർ എന്നുള്ള മനോഭാവം, സ്നേഹം, അതൊക്കെ ഇതിൽ നിന്ന് വരുന്നത്, കെയറിങ്ങിൽ നിന്നാണ് വരുന്നത്. അതൊരു കുട്ടി സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആ കെയറിങ് ആ കുട്ടി കിട്ടുന്നത്. നെക്സ്റ്റ് ജഡ്ജിങ് നമ്മൾ പറഞ്ഞൊരു ന്യായാധിപൻ ന്യായം മാത്രം ചിന്തിക്കുക. അങ്ങനെ തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവും അങ്ങനെയുള്ള ആളുകളാണ് ജഡ്ജിയായി നിയമിക്കപ്പെടുന്നത്. അദ്ദേഹം പറയുന്ന റിസൾട്ടാണ് അതിൻ്റെ കാരണം സാക്ഷികളും തെളിവുകളും എല്ലാം അതിൽ ഘടകങ്ങളാണ്. അതിൽ നിന്നൊക്കെ മുൻനിർത്തി മാത്രമേ ഒരു തീരുമാനം ആരെടുക്കുന്നുള്ളൂ? ജഡ്ജി എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഡയമെൻഷൻസ് മൊറാലിറ്റി, അതായത് മൊറാലിറ്റിയുടെ ഡയമെൻഷൻസ്, അളവുകൾ എന്തൊക്കെയാണ്? അളവുകൾ, പില്ലേഴ്സ്, ഡയമെൻഷൻ, അളവുകൾ. അതായത് മൊറാലിറ്റിക്ക് ഒരു അളവ് പോലുണ്ട്. അതായത് ക്രിമിനലിലേക്ക് നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. മൊറാലിറ്റിയിലേക്ക് പോകുമ്പോൾ അതായത് എന്തുണ്ട്? ഓരോ പരിധികളുണ്ട്. പരിധി വിട്ട് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആവുമ്പോൾ ഡയമെൻഷൻസ് കടന്നു പോകും. അപ്പോൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനൊരു അതിർത്തി വരമ്പുണ്ട്. അതായത് ഗുഡ് ക്യാരക്ടർ അല്ലാതെ ഒരാൾക്ക് എന്തും ആവാം. പക്ഷെ നല്ല ക്യാരക്ടറിൽ ജീവിക്കുന്ന ഒരാൾക്ക് എല്ലാത്തിനും ഇന്നൊരു അതിർവരമ്പുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് ദ ഫോം ഓഫ് മൊറാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ജസ്റ്റിസ് നമ്മൾ പറഞ്ഞു. നീതിയുക്തമായ കാര്യങ്ങൾ, സമൂഹത്തിൽ നിൽക്കുന്ന നീതിയുക്തമായ കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഡെമോക്രസിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുക. 4th യൂണിറ്റിലേക്കുമ്പോൾ ഡെമോക്രസിയെ പറ്റിയിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡെമോക്രസി, ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? എങ്ങനെ ജനങ്ങളുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് റിസർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും സേവ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് അല്ലേ നമുക്കുള്ളത്. അപ്പോൾ ജനങ്ങളാണ് ഇവിടെ ഭരണാധികാരി. ജനങ്ങൾ തീരുമാനിക്കുന്ന ആളെ ഇലക്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കി മാറ്റുന്നു? ഭരണാധികാരിയാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡെമോക്രസി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേപോലെ നമ്മുടെ റൂൾസ്, നമ്മുടെ ലോസിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലേ. ഈക്വാളിറ്റി, സമത്വം, സാഹോദര്യം എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ, നമുക്കിവിടെ എന്തുണ്ട്? ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ഈസ് അവർ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെയുള്ള ലൈഫിൽ നമുക്ക് എന്താണ്? ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള ഫ്രീഡം നമ്മുടെ രാജ്യത്തുണ്ട്. The root of idea behind freedom is not considering other physical force by passing laws. അതായത് ഫിസിക്കലി ഒരാളെ നിർബന്ധിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? എഡ്യൂക്കേഷൻ ചെയ്യിപ്പിക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ന്യൂ ജനറേഷൻസ് എന്താണ്? എഡ്യൂക്കേഷൻ ചെയ്യണമെന്ന് മനോഭാവമുള്ള കുട്ടികളാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. കാരണം വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുന്ന കുട്ടികളെ നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല. കാരണം പണ്ടത്തെ ഓൾഡ് ജനറേഷനൊക്കെ നമുക്ക് പണ്ടത്തെ കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ അച്ഛൻ അമ്മ വീട്ടിൽ നിന്ന് അവർ കുട്ടികൾ വിദ്യാഭ്യാസം നിർബന്ധമൊന്നുമില്ല. 4ാം ക്ലാസ് വരെ പഠിച്ചാൽ ധാരാളം. കാരണം അവർക്ക് എന്താണ്? ജസ്റ്റ് വരുമാന മാർഗമുണ്ട്. നാട്ടിലൊക്കെ കുറേ കപ്പ കിഴങ്ങ് അങ്ങനെയുള്ള വരുമാനം, ഭക്ഷണം കഴിക്കാനുള്ള കാർഷിക അല്ലെങ്കിൽ അവരെ നട്ട് നനച്ചുണ്ടാക്കുന്ന, അവർ തന്നെ ഉണ്ടാക്കുന്ന പല സസ്യങ്ങളും വിളകളും അതെല്ലാം ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ്? ഓരോരുത്തരും എന്താണ്? രാവിലെ ഫുഡൊക്കെ കിട്ടുന്നത് ഓർഡർ ചെയ്ത് വാങ്ങുന്ന ഫുഡാണ്. നമ്മളെ പണ്ടത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡൊക്കെ കുറവാണ്. പണ്ടത്തെ കാലത്ത് എന്താണ്? എഡ്യൂക്കേഷൻ അത്ര വലിയ വിലയൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ വളരെ വിലപ്പെട്ട ഒന്നാണ്. അതിന് ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഓരോ വ്യക്തിക്കും ഓരോ ഫ്രീഡം, അതായത് നമുക്ക് എന്തുണ്ട്? റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും നമ്മുടെ ലോസിലും ഓരോ വ്യക്തിക്ക് വേണ്ട, അതായത് കുട്ടികളെ ജോലി ചെയ്യും, ബാലാവകാശ നിയമപ്രകാരം ഈ കുട്ടി ഇത്ര വയസ്സിനുള്ളിൽ ജോലി ചെയ്യാൻ പാടില്ല, ബാലവേല പാടില്ല, എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം നൽകണം, സ്ത്രീകൾക്ക് എന്താണ് മുന്നോട്ട് പോകാനുള്ള വഴികൾ, പിന്നെ കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള പല വഴികളും പല പദ്ധതികളും എഡ്യൂക്കേഷൻ കൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് യൂസ്ഫുൾ ആകുന്ന ജീവിത രീതിയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. ഓക്കെ, അത് എഡ്യൂക്കേഷന് വലിയൊരു പാർട്ട് തന്നെയാണ്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഈക്വാലിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ എന്ത് വേണം? തുല്യത വേണം അല്ലേ. അതായത് സ്ത്രീകൾക്ക് മാത്രം ഇത്ര പഠിച്ചാൽ മതി, പുരുഷന്മാർക്ക് അത്ര പഠിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ പഠിച്ചോട്ടെ പുരുഷന്മാർ പഠിക്കണ്ട, അങ്ങനത്തെ ഒരു ഡിസ്റ്റൻസ് ഒന്നും ഇവിടെയില്ല. എല്ലാവർക്കും തുല്യ നീതി തന്നെയാണ്. അത് എഡ്യൂക്കേഷനിലാണ്, ഡ്രസ്സിങ്ങിലാണെങ്കിൽ നമുക്ക് നമ്മളെ ലോസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഫാക്ട്സ് ഉണ്ട്. നമ്മളത് തുടർന്ന് പോകുന്ന ഒരു ഭരണഘടനയും എഴുതപ്പെട്ട ഒരു ഭരണഘടന നമുക്കുണ്ട്. ഓക്കെ, അതിൽ ഓരോ വാല്യൂസും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഒരു പോയിന്റ്, ഡെമോക്രസി ഇൻ എഡ്യൂക്കേഷൻ. ലാസ്റ്റ് പോയിന്റാണ് പില്ലേഴ്സ് ഓഫ് ഡെമോക്രസിയിൽ ലാസ്റ്റ് പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഡെമോക്രസി ഇൻ എഡ്യൂക്കേഷൻ നമുക്ക് എന്ത്? ഡെമോക്രസി, ജനാധിപത്യപരമായ ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നു പോകുന്നത്. നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ, ഇന്ത്യൻ സൊസൈറ്റിയിലെ മാലേഴ്സ് ഒക്കെ നമ്മൾ ഇന്ത്യയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി ഒക്കെ നമ്മൾ ഇന്ത്യയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിലുള്ള ഡെമോക്രസി എന്താണ്? ജനാധിപത്യ രീതിയിലാണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കാണ് ഇവിടെ ആധിപത്യം, ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് എന്ത് നിയമം ഉണ്ടെങ്കിലും അത് ജനങ്ങൾക്ക് നെഗറ്റീവായ രീതിയിൽ നമ്മൾ ഇവിടെ എങ്ങനെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾക്ക് എന്ത് ചെയ്യാം? റിയാക്ട് ചെയ്യാം. ഇതിങ്ങനെ അല്ല, അതിപ്പോൾ ട്രാഫിക് ആണെങ്കിൽ നമ്മൾ നോർമലി ജീവിത സാഹചര്യം നമ്മൾ കണ്ടുമുട്ടുന്നു, നമ്മൾ ഇടപെടുന്നതുമായ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്താ റിയാക്ട് ചെയ്യാം. തെറ്റ് കണ്ടാൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. എഡ്യൂക്കേഷനിൽ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഏത് ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ ഡെമോക്രസി ഇൻ എഡ്യൂക്കേഷൻ പ്രത്യേകിച്ചും പറയാം, ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് ഏറ്റവും ഒരാൾ ജീവിതത്തിൽ വേണ്ടതാണ് എഡ്യൂക്കേഷൻ. അത് എത്ര വരെയോ പഠിക്കാനുണ്ട്, അതിലെന്തില്ല? ഇനീക്വാളിറ്റി ഇല്ല. സ്ത്രീകൾക്ക് ഇത്ര വരെ, പുരുഷന്മാർക്ക് അത്ര, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എത്ര വേണമെങ്കിലും പഠിക്കാം എന്നുള്ള അങ്ങനെയുള്ള ഫ്രീഡം ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് അഭിമാനത്തോടെ എന്നും ഓർക്കാം.